അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് നാൻസി. ഞാൻ വാളയാർ ചന്ദ്രാപുരം ഭാഗത്തുനിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്ഥലത്ത് കർത്താവ് ഇടപെട്ടതും അത്ഭുതകരമായി ആ സ്ഥലം വിജയിച്ചതിൻ്റെയും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. കേസിൻ്റെ ഇന്ന് വിജയിച്ചത്. ആ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൂർവികമായിട്ടുള്ളതും എല്ലാ പ്രൂഫും ഞങ്ങളുടെ കയ്യിലുള്ളതും, പക്ഷേ 3 തലമുറകളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നതും പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് കേസിൽ പെട്ടിരുന്ന സ്ഥലവുമാണ്. 2015 മുതൽ കേസ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അപ്പം മുതൽ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് 3 വർഷം കഴിഞ്ഞ് 2018 അത് ഞങ്ങൾക്ക് വിധിയായി കിട്ടി. ആ സ്ഥലം തലമുറകളായി പ്രശ്നം നിന്നിരുന്ന സ്ഥലം 2018 ഞങ്ങൾക്ക് വിധിയായി കിട്ടിയത്. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി പോയി. ഞങ്ങൾ വേലിയൊക്കെ കെട്ടിവെച്ചു സ്ഥലം. പിന്നെ ഞങ്ങളത് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല, വേലി കെട്ടിവെച്ചിരുന്നു. പിന്നെ 2022 ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ റെഡിയാക്കി ആ സ്ഥലം കുറച്ച് പേര് റെൻറ്റിനൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അത് ഷെഡ് പോലെയൊക്കെ കെട്ടിക്കൊടുക്കാമെന്ന് വെച്ചിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ പിന്നെയും എതിർകക്ഷി അപ്പീലിന് പോവുകയും ആ സ്ഥലം ഉപയോഗിക്കാൻ പറ്റാതെ ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ ഒരു ദിവസം വൈകുന്നേരം കണ്ട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കേസ് നടത്തിക്കൊണ്ടുപോകാനും കാര്യങ്ങൾ ചെയ്യാനും ആളായിട്ടോ ആരുമില്ല, സാമ്പത്തികപരമായി ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ യെശയ്യാ 49:24 വചനം വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതോടുകൂടി തന്നെ നമ്മളിപ്പോൾ എപ്പോഴും അച്ഛൻ പറയുന്ന പോലെ മറ്റു പ്രാർത്ഥനകളും വെച്ച് ചെല്ലാൻ തുടങ്ങി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ആ പ്രാർത്ഥന ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 4 വർഷത്തോളമായി സ്ഥലം കേസിൽ തന്നെ ആയിരുന്നു. അത്ഭുതകരമായി ഈ ജൂലൈ 7-ാം തീയതി ഞങ്ങൾക്ക് തന്നെ 2ാമത്തെ പ്രാവശ്യം ആ സ്ഥലം വിധിയായി കിട്ടി. ഞങ്ങളുടെ പക്ഷം ജയിച്ചു. ജൂലൈ 5-ന് ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ കേസുമായി സംബന്ധപ്പെട്ട് പോയപ്പോൾ വക്കീൽ ഞങ്ങളുടെ അടുത്ത്, അതായത് അഡ്വക്കേറ്റ് കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ശരിയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷേ 50% ചാൻസേ ഉള്ളൂ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഫൈനൽ ഹിയറിങ്ങിന് പോയത്. അപ്പോൾ ഞങ്ങൾ തുടർച്ചയായി എല്ലാം ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് തുടർച്ചയായ പ്രാർത്ഥനയിൽ മാത്രമായിരുന്നു. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ആഴ്ചയിൽ തന്നെ ഇപ്പോൾ വിധി വരുന്ന ഞങ്ങൾ കരുതിയേ ഇല്ല. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തിന് വിധിയായി കിട്ടുകയും അത് ഞങ്ങളുടെ പക്ഷം ജയിക്കുകയും ചെയ്തു. യേശുവെ നന്ദി. യെശയ്യാ 44, 49, 24, 27. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കേസുകളോ നമ്മുടെ വസ്തുക്കളിൽ കയറി ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ മിശ്രഭാവങ്ങളോ ലൗകികതകളോ പ്രേമബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വചനം ശക്തമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് കേസുകൾ, ഗവൺമെൻറ് ഓഫീസുകളിലെ കേസുകളിൽ അത് വിധി പ്രസ്താവിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം കോടതിയിൽ ജഡ്ജിക്ക് വിധി വരാം. അതാണ് പറഞ്ഞ അഡ്വക്കേറ്റ് പോലും പറഞ്ഞു 50% കിട്ടുള്ളൂ. പക്ഷേ ആ വിധി വന്നപ്പോൾ സമയത്ത് ഇവർക്ക് 2ാമത്തെ ചാൻസും ഇവർക്ക് തന്നെയായിട്ട് വിധിക്കാനായിട്ട് ഇടവന്നു. ഹല്ലേലൂയ. മറ്റുള്ള പ്രാർത്ഥനകളും ചെയ്യണം. ഇവർ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതാണ്. ചേച്ചി അനീതിയുണ്ട്, അമ്മ എവിടെയുണ്ട്. അമ്മയ്ക്ക് മാരകമായ അലർജി രോഗമായിരുന്നു. വന്ന് 15-20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് മാറുകയും ചെയ്തു. നിരന്തരമായിട്ട് 2nd സാറ്റർഡേയോ 3rd സൺഡേയോ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ് അവർ. ഹല്ലേലൂയ.